വിംബിൾഡണിൽ അൽക്കാരസ് നൊവാക് ജോക്കോവിച്ച് ഫൈനൽ. ഇറ്റലിയുടെ ലോറൻസോയെ തോൽപ്പിച്ചാണ് ജോക്കോവിച്ച് കലാശക്കളിക്ക് യോഗ്യത നേടിയത്. അനിൽ വാസുദേവ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ, അങ്ങനെ വീണ്ടും ഒരു അൽക്കാരസ് ജോക്കോവിച്ച് ഫൈനൽ. അങ്ങനെ തന്നെയാണ് പ്രവിത. കഴിഞ്ഞ വിംബിൾഡണിന്റെ തനിയാവർത്തനം എന്നോണമാണ് വീണ്ടും നൊവാക് ജോക്കോവിച്ചും അൽക്കാരസും ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. അൽക്കാരസ് ഡാനിൽ മെദ്വദേവിനെ 4 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ കീഴടക്കിയെങ്കിൽ ലൊറൻസോയ്ക്കെതിരെ ആധികാരിക ജയത്തോടു കൂടിയാണ് നൊവാക് ജോക്കോവിച്ച് മുൻ ചാമ്പ്യൻ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. ആദ്യ സെറ്റ് 4-6 എന്ന സ്കോറിൽ സ്വന്തമാക്കിയ ജോക്കോവിച്ച് രണ്ടാം സെറ്റിൽ മാത്രമാണ് അല്പം ഉയർക്കേണ്ടി വന്നത്. എങ്കിലും ആ സെറ്റ് 7-6 സ്വന്തമാക്കുകയും ഒടുവിൽ 6-4 എന്ന സ്കോറിന് മൂന്നാം സെറ്റും സ്വന്തമാക്കി. അങ്ങനെ 3-0 എന്ന സ്കോറിനാണ് ലോറൻസോ മുസൈറ്റിയെ തോൽപ്പിച്ചത്. വീണ്ടും ഒരു അൽക്കാരസ് ജോക്കോവിച്ച് പോരാട്ടം എന്ന് തന്നെയാണ് വിംബിൾഡണിന്റെ ഫൈനലിന്റെ പ്രത്യേകത. ഉഗ്രൻ മത്സരം തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ഫൈനലിൽ ജോക്കോവിച്ചിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അൽക്കാരസ് കിരീടം നേടിയത്. അദ്ദേഹത്തിന്റെ കന്നി ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ഇത്തവണ അതിന് പകരം വീട്ടാൻ ജോക്കോവിച്ചിനാകുമോ അതോ അൽക്കാരസ് ചരിത്രം ആവർത്തിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ആവേശകരമായ ഒരു ഫൈനൽ പോരാട്ടം തന്നെയാണ് വിംബിൾഡണിന്റെ ഫൈനലിൽ നാളെ കാത്തിരിക്കുന്നത്, അടുത്ത ദിവസം കാത്തിരിക്കുന്നത്. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.